ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വുമൺ CPയുടെ എക്സാം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം എഴുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം, ആൻസർ കീ നോക്കാം. ഫസ്റ്റ് 71ാമത്തെ ചോദ്യം, ശരിയായ രൂപം ഏതാണ്? കൈയെഴുത്തിൻ്റെ ശരിയായ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കൈയെഴുത്ത് ശരിയായ രൂപം. 72ാമത്തെ ചോദ്യം നോക്കൂ, നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. പിരിച്ചെഴുത്താണ് നെന്മണി. നെൽമണി, നെൽ പ്ലസ് മണി. ഓപ്ഷൻ ഡി ആണ് നെൽമണി. ഓക്കെ. 73ാമത്തെ ചോദ്യം, വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാകരണം അറിയുന്നവൻ നമ്മൾ ക്ലാസ് എടുത്തതാണല്ലേ. ഏതാണ്? വൈയാകരണൻ. നമ്മൾ എഴുതി പഠിപ്പിച്ചല്ലേ, വൈ വെച്ച് വൈയാകരണൻ അല്ലേ. ഓപ്ഷൻ എ വൈയാകരണൻ. അടുത്ത് നോക്കൂ, 74, ചിലർ എന്ന പദം ഏത് വചനമാണ്? ചിലർ എന്ന് പറയുന്നത് ഏത് വചനമാണ്? ഏകവചനം, സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, ദ്വിവചനം. ഏതാണ്? അലിംഗമാണ് അല്ലേ. അലിംഗ ബഹുവചനം. അലിംഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? ലിംഗം തിരിച്ചറിയില്ല അല്ലേ. സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയില്ല. ചിലർ എന്ന് പറയുമ്പോൾ സ്ത്രീയുമാവാം പുരുഷനുമാവാം. സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂട്ടത്തെയും പറയാം അല്ലേ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ, 75ാമത്തെ ചോദ്യം, പല്ലവപുടം വിഗ്രഹിക്കുക. പല്ലവപുടം വിഗ്രഹിക്കുക. വിഗ്രഹിച്ചെഴുതുകയാണ്. പല്ലവപുടം എന്ന് പറയുന്നത് പല്ലവമായ പുടം, പല്ലവമാകുന്ന പുടം, പല്ലവത്തിൻ്റെ പുടം അല്ലേ. പല്ലവത്തിൻ്റെ പുടമാണ്. ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടം. അടുത്ത് നോക്കൂ, 76ാമത്തെ ചോദ്യം, സമാനപദം എഴുതുക. മഞ്ഞിൻ്റെ സമാനപദമാണ് ചോദിച്ചിരിക്കുന്നത്. വർഷം, പ്രാലയം, മാർഗം, മഹിമം. ഇവിടെ പ്രാലയമാണ്. ഓപ്ഷൻ ബി പ്രാലയം. വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മഴയാണല്ലേ. ഓക്കെ. മാർഗം എന്ന് പറയുമ്പോൾ മാർഗം, വഴി അല്ലേ. അപ്പോൾ ഹിമം കണ്ടിട്ടാരും മഹിമം എഴുതിയിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രാലയമാണ്. പ്രാലയം എന്ന് പറഞ്ഞാൽ മഞ്ഞ് അല്ലെങ്കിൽ മഞ്ഞുകട്ടി എന്നെല്ലാം അർത്ഥം. അടുത്ത നോക്കൂ, 77ാമത്തെ ചോദ്യം, മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത്? മാൻ. കേസരി, വാരണം, ഏണം, വാരിജം. ഓപ്ഷൻ സി ആണ് ഏണം. മാൻ എന്ന് പറഞ്ഞാൽ ഏണം. ഏണം എന്ന് പറയുമ്പോൾ കൃഷ്ണമൃഗം അല്ലെങ്കിൽ കറുത്ത മാൻ എന്നെല്ലാം അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ മാൻ, ഏണം. അടുത്ത് നോക്കൂ, കേസരി. കേസരി എന്ന് പറഞ്ഞാൽ എന്താണ്? കേസരി എന്ന് പറയുമ്പോൾ നമുക്ക് സിംഹത്തെയും കുതിരയൊക്കെ കേസരി എന്ന് പറയാം അല്ലേ. അതുപോലെ വാരണം എന്ന് പറയുമ്പോൾ വാരണം. നമ്മൾ ആന പഠിച്ചാണല്ലോ, ആന തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ എപ്പോഴും വാരും അല്ലേ. വാരണം. വാരിജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വാരി അല്ലേ. വെള്ളത്തിൻ്റെ കൂടെ ജം ചേർത്താൽ എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വെള്ളത്തിൻ്റെ കൂടെ ജം ചേർത്താൽ എന്താണ്? ഓക്കെ. അടുത്ത് നോക്കൂ, 78ാമത്തെ ചോദ്യം, ചേർത്തെഴുതുക. ച പ്ലസ് ഒന്നു. എന്താണ് ഉത്തരം വരുന്നത്? ചാകുന്നു, ചാടുന്നു, ചായുന്നു, ചാറുന്നു. ഓക്കെ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ചായുന്നു ആണ്. ച പ്ലസ് ഒന്നു എന്ന് പറയുമ്പോൾ യകാരം വരുന്നത് ചായുന്നു എന്നാണ്. അതുപോലെ ചില സൈറ്റ്സിൽ നമുക്ക് ചാവുന്നു എന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചായുന്നു എന്നാണ്. നമുക്ക് നോക്കാം. ഓക്കെ. അടുത്ത ചോദ്യം, 79ാമത്തെ ചോദ്യം, ശരിയായ വാക്യം ഏത്? മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യക്തമല്ല അല്ലെ. മറ്റിതര എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ, മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാനം എന്ന് മതി. അത് തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കൂ, ഏകദേശം 100ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 100ഓളം പുസ്തകങ്ങൾ എന്ന് വേണോ? ഏകദേശം 100 പുസ്തകങ്ങൾ അല്ലേ, അല്ലെങ്കിൽ 100ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. രണ്ടുകൂടി ആവശ്യമില്ല. ഓപ്ഷൻ സി നോക്കൂ, ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. അവിടെ എന്താണ്? എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ വീതം കൊണ്ടുവരണം എന്നാണെങ്കിൽ ഓക്കെയാണ്. അടുത്ത് നോക്കൂ, ഓപ്ഷൻ ഡി, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഓക്കെ ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ വാക്യം. ഓപ്ഷൻ ഡി, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. അടുത്ത് നോക്കൂ, 80ാമത്തെ ചോദ്യം, സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? പ്രസിദ്ധം, കുപ്രസിദ്ധം, വിപ്രസിദ്ധം, അപ്രസിദ്ധം. ഏതാണ്? കുപ്രസിദ്ധമാണ് അല്ലേ. സുപ്രസിദ്ധത്തിൻ്റെ വിപരീതം കുപ്രസിദ്ധം. ഓക്കെ അല്ലേ. അപ്പോൾ 10 ചോദ്യങ്ങളാണ്. 10 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. ഒപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുകൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.